ഡിജിറ്റൽ ഓഡിയൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു 2.0 ആംപ്ലിഫയർ ആണ് കൂട്ടുകാരെ പരിചയപ്പെടുത്താൻ പോണത്. അപ്പൊ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടി നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു അടിപൊളി ഐറ്റാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ കൂടെ പറയാൻ പോണത്. അപ്പൊ നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് ഫോളോ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളിന്ന് പറയാൻ പോണത് ഈ ഒരു ആംപ്ലിഫയറിന്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ്. നമ്മൾ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ നല്ല ബിൽഡ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഓഡിയോ ക്ലാരിറ്റി വരുന്ന ഒരു 2.0 ആംപ്ലിഫയർ ആണ് ഇന്ന് നമ്മൾ കൂട്ടുകാരെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഇത്ര നാൾ ചെയ്തതിനെ വിട്ടിട്ട് കുറച്ചധികം അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു മോഡലിനെ നമ്മൾ ഇറക്കിയിരിക്കുന്നത്. പിന്നെ കസ്റ്റമർ നല്ല ഐഡിയ ഉള്ള ഒരു കസ്റ്റമറാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ രീതിയിലാണ് നമ്മൾ ഇതിനെ ഫുള്ളായിട്ട് മേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. പിന്നെ നേരെ നമുക്ക് ആംപ്ലിഫയറിന്റെ വീഡിയോയിലേക്ക് പോവാം. ഈ ആംപ്ലിഫയറിന്റെ ഫ്രണ്ടേജിൽ നമ്മൾ മാറ്റ് ഫിനിഷിലുള്ള ഒരു അക്രിലിക്കാണ് നമ്മൾ ഡിസൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സെൻട്രൽ പൊസിഷനിൽ നമ്മൾ ഒരു ഗ്ലാസ് ടൈപ്പ് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു മോഡലിനെ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നമ്മുടെ നെയിം കൂടെ ലേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് കൺട്രോൾ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് സബിന്റെ കൺട്രോളാണ്. പിന്നെ അതിന് താഴെ നമ്മളൊരു FX എന്ന് പറഞ്ഞൊരു സ്വിച്ച് നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. അതായത് VU മീറ്ററിനും റിംഗ് ലൈറ്റിനും നമുക്ക് കസ്റ്റമർക്ക് ഇവിടെ നമുക്ക് അതിനെ ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ബേസിന്റെ കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ട്രിബിള്, പിന്നെ വോളിയം, അതേപോലെ തന്നെ സബിന് ഒരു ഫ്രീക്വൻസി കൺട്രോളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇത് ഫ്രീക്വൻസി കൺട്രോളാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു സ്വിച്ചും നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ സ്വിച്ച് വന്നിട്ട് USB ഓക്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലായിട്ട് നമ്മൾ മാസ്റ്റർ വോളിയം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിന്റെ പവർ ഓൺ ഓഫ് ബട്ടൺ. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആംപ്ലിഫയറിന്റെ ഫ്രണ്ട് ഏജിൽ വരുന്നത്. പിന്നെ ഈ ആംപ്ലിഫയറിൽ ഏറ്റവും വലിയ പ്രത്യേകത കൊടുക്കുന്നത് ഈ ഒരു US മൊഡ്യൂളാണ്. അപ്പൊ നമ്മുടെ കൂട്ടുകാർ അധികം തന്നെ ഈ ഒരു US മൊഡ്യൂൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ G-Starന്റെ ഒരു USB പ്രീ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നിരുന്നു. അതിലാണ് ഞാനും ഈ മൊഡ്യൂൾ കണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കും ഈ ഒരു മൊഡ്യൂൾ ഇപ്പോൾ പുറത്ത് മേടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതില് ഫ്ലാക്ക് വേവ് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഫോൾഡർ ഓപ്ഷൻ ഉണ്ട്, ലിറിക്സ് ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ നല്ല ഓഡിയോ ക്ലാരിറ്റി തരുന്ന ഒരു അടിപൊളി മൊഡ്യൂളാണ് ഈ ഒരു ഐറ്റം. ഈ മൊഡ്യൂളിൽ നമുക്ക് ഒരു മൈൽഡ് ആയിട്ടുള്ള ഗെയിനിലാണ് ഇത് വരുന്നത്. ഓവറായിട്ടുള്ള ഗെയിനോ കാര്യങ്ങളൊന്നുമില്ല. നല്ല നല്ല ക്രിസ്പ് ആയിട്ടുള്ള ഒരു ഓഡിയോ ഔട്ട്പുട്ടാണ് ഈ ഒരു മൊഡ്യൂൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു ഡിജിറ്റൽ ഇൻപുട്ട് ഈ ഒരു മൊഡ്യൂൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇൻപുട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ വരുന്നത്. ഇനി നേരെ നമുക്ക് ആംപ്ലിഫയറിന്റെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പം നമ്മുടെ ആംപ്ലിഫയറിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക് സൈഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ് വരാം. അപ്പൊ ആംപ്ലിഫയറിന്റെ നമുക്ക് ഇതിൽ നമ്മളൊരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു AC കോഡാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ആംപ്ലിഫയറിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു ടോട്ടൽ ഇൻസൈഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ് വരാം. അപ്പൊ നേരെ നമുക്ക് ഈ ആംപ്ലിഫയറിന്റെ പവർ സപ്ലൈ തൊട്ട് തന്നെ തുടങ്ങാം. പിന്നെ ആംപ്ലിഫയറിൽ കമ്പോണന്റ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്നതിന് മുന്നായിട്ട് നമ്മൾ വയറിങ്ങിന്റെ കാര്യത്തിൽ നമ്മുടെ അടുത്ത് ഒരുപാട് പേര് കംപ്ലൈന്റ് പറയുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ഫോക്കസ് ചെയ്യണത് വയറിങ് ഒത്തിരി നീറ്റ് ആക്കുക എന്നുള്ളതല്ല, എന്നാലും മാക്സിമം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ആംപ്ലിഫയറിൽ നിങ്ങൾക്ക് നോയ്സ്, ഹമ്മിങ് അങ്ങനത്തെ യാതൊരു വക ഇഷ്യൂസ് ഉണ്ടാവില്ല. പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിരിക്കും ആംപ്ലിഫയർ. അതേപോലെ തന്നെ കമ്പനി സെറ്റിലൊക്കെ ഉള്ള പോലെ തന്നെ മാക്സിമം വോളിയം ഉയർത്താൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യണത്. നിങ്ങൾക്ക് മാക്സിമം വോളിയം ഉയർത്തിയാലും പതറല്, അരച്ചില്, അരമ്പല് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് സബിലായാലും ചാനലിലായാലും എല്ലാത്തിലും കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ നോയ്സ്, ഹമ്മിങ് അങ്ങനെ യാതൊരു ഇഷ്യൂസ് ഉണ്ടാവില്ല. പിന്നെ ഒരു ആംപ്ലിഫയർ ഞാൻ മേക്ക് ചെയ്യണ നേരത്ത് ഞാനത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അതൊന്നും ഇങ്ങനെ 1-2 വട്ടം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് ഓക്കെ ആവും, ചിലപ്പോൾ എനിക്കത് ഓക്കെ ആവില്ല. 99% കാര്യത്തിലും അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു വയറിങ് നല്ല ടൈ ഒക്കെ ഇട്ട് അല്ലെങ്കിൽ സ്ലീവ് ഒക്കെ ഇട്ട് കൊണ്ടുവന്ന് ഭംഗിയിൽ കൊണ്ടുവന്ന് വെക്കാനുള്ളത് പറ്റില്ല. കാരണം നമ്മളൊരു പാറ്റേൺ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും വേറെ പാറ്റേണിലേക്ക് ആമ്പിനെ കൊണ്ടുപോകും. ഈ ആമ്പിൽ
കസ്റ്റമറിന് ഞാൻ ഫസ്റ്റ് വേറൊരു ടൈപ്പിലാണ് ആംപ്ലിഫയർ ചെയ്ത് കാണിച്ചു കൊടുത്തത്. അപ്പം അതിനകത്ത് സബ് ആമ്പ് വേറെ ആയിരുന്നു. അതന്നെ 2 മോഡൽ ഞാൻ ചെയ്ത് കസ്റ്റമറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് അതിനും വിട്ടിട്ട് കുറച്ചും കൂടി ഔട്ട്പുട്ട് വേണം, നമുക്ക് കുറച്ചുകൂടി മാറ്റങ്ങൾ വേണമെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടാണ് നമ്മൾ പിന്നെയും പിന്നെയും വീണ്ടും ആമ്പിന് മാറ്റങ്ങൾ കൊടുന്നത്. അപ്പോൾ പുള്ളി ഇവിടെ എനിക്ക് ആദ്യം കൊണ്ടുവന്ന് തന്നത് പാനസോണിക്കിന്റെ 3-way യൂണിറ്റ് ആണ്. പിന്നെ അത് കുറച്ച് വാട്ടേജ് കുറഞ്ഞ യൂണിറ്റ് ആണ്. നമുക്ക് കുറച്ച് വോളിയം കൊടുക്കുമ്പോഴേക്കും അത് കുറച്ച്, പിന്നെ അതിന്റെ പഴക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഡിസ്റ്റോർഷൻ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമർ അതിൽ വേറെ നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കർ ഉണ്ട്, അപ്പോൾ നമ്മൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ലാസ്റ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 പ്രാവശ്യം മേക്ക് ചെയ്ത ഒരു ആമ്പാണ് ഈ ഒരു മോഡൽ. അപ്പോൾ അതിൽ നിന്ന് ലാസ്റ്റ് ടൈമിലാണ് നമുക്കിത് സെറ്റ് ആയിരിക്കണേ. അപ്പോൾ അങ്ങനെ ഓരോ സാഹചര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് നമുക്ക് അധികം ഭംഗിയിൽ നല്ല ടൈയിട്ട് കുട്ടപ്പനാക്കി കൊണ്ടുവന്ന് വരാൻ പറ്റാത്തത്. മാക്സിമം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓൾറെഡി നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റതിന്റെ 10 ഇരട്ടി ടൈമാണ് നമുക്കിതിൽ പോവുക. എൻ്റെ അറിവിൽ ഈ ഒരു പരിപാടി, ഇങ്ങനെ ഒരു പരിപാടി എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ടെന്ന് തന്നെ എനിക്കറിയില്ല. 99% ആരും ചെയ്യാത്തൊരു പരിപാടിയാണ്. എല്ലാവരും ഇപ്പൊ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം, ഇപ്പൊ ഒരു അസംബ്ലിങ് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, കറക്റ്റ് ഇട്ട് സ്ലീവ് ഇട്ട് കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് കൺട്രോൾ കൊടുത്ത് പരിപാടി കഴിഞ്ഞ് ചെക്ക് ചെയ്ത് ആ സൂപ്പറായി എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് ചെയ്യണത്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു പരിപാടിയല്ല. നമ്മൾ മാക്സിമം ഔട്ട്പുട്ട് പിടിക്കുക, അതുപോലെ കസ്റ്റമർക്ക് എന്താണ് ആവശ്യം, അല്ല കസ്റ്റമറുടെ ഏത് രീതിയിലാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലൊക്കെ നമ്മൾ പോകും. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളെല്ലാവർക്കും ആംപ്ലിഫയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വയറിങ്ങിന്റെ കാര്യങ്ങൾ നമ്മളെ ഓരോരുത്തർ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതാണ്. പിന്നെ വയറിങ്ങിൽ നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കട്ട് ബോർഡുകളൊക്കെ മാറ്റി ഒറ്റ PCBയിലൊക്കെ ആക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല രീതിയിൽ വരും. നമ്മുടെ ഭാവിയിലൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പതുക്കെ പതുക്കെ മൂവിങ് ആയിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ വർക്ക് കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിക്ക് തന്നെ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോമർ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. Type 16 2.25 ഇഞ്ച് കോറിലാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമർ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ തന്നെ ഈ പവർ ആമ്പിന് കറക്റ്റ് ആംബിയർ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമർ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ 2 ടാപ്പിംഗ് ആയിട്ടാണ് പിരിച്ചിരിക്കുന്നത്. ഒരു സപ്ലൈ വന്നിട്ട് നമ്മൾ ചാനലിനും ഒരു സപ്ലൈ വന്നിട്ട് നമ്മൾ സബിന്റെ ബോർഡിലേക്ക് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിൽ നമ്മൾ ചാനലിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസിസ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ടാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഫുള്ളായിട്ട് പൊളിച്ച് നമ്മുടേതായ രീതിയിൽ ഓൾട്ടർ ചെയ്തിട്ടാണ് ഈ ഒരു ബോർഡ് നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ചാനൽ 100 വാട്ട്സ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സബ് ഊഫറിന് വേണ്ടി നമ്മൾ മോസറ്റ് ബോർഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ തന്നെ ബോർഡാണ്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഓൾട്ടർ ചെയ്തിട്ടുള്ള ഒരു പവർ ആമ്പാണ് നമ്മളിവിടെ സബിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചാനലിന് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ സബ് ഊഫർ ആമ്പും നമ്മളിതിനെ കറക്റ്റ് ട്യൂൺ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടേതായ രീതിയിൽ നല്ലപോലെ മോഡിഫൈ ചെയ്തിട്ട് തന്നെയാണ് നമ്മളതും ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ങും നമ്മൾ ഈ പവർ ആമ്പിന് രണ്ടിനും കൂടി ഒറ്റ ഹീറ്റ് സിങ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ 2 കൂളർ ഫാൻ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൂളർ ഫാൻ എയർ ഇന്നും ഒരു കൂളർ ഫാൻ എയർ ഔട്ടാണ്. അപ്പോൾ ഇതിലുള്ള എയർ ഇന്നായിട്ട് ഇതിൽ കൂടെ എയർ ഔട്ട് ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഇതിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ടെമ്പറേച്ചർ സർക്യൂട്ട് ഉപയോഗിച്ചിട്ടില്ല. ഫാൻ വന്നിട്ട് ഫുൾ ടൈം റണ്ണിങ് ഉള്ള രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് യാതൊരു ഫാൻ നോയ്സോ കാര്യങ്ങളോ ഇഷ്യൂസോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ആംപ്ലിഫയർ ഓൺ ആക്കുമ്പോൾ ഞാൻ അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇവിടെ ആയിട്ടാണ് നമ്മൾ നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ എക്സ്ട്രാ ഒരു റിലേയും കൂടി ആഡ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് ഒരു 2 സബായിട്ടാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു റിലേയും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കണക്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ സ്വിച്ചിങ് ബോർഡായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു റിലേ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. റിലേ വെച്ചിട്ടാണ് നമ്മൾ ഓക്സും USB-യും സെലക്ഷനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു ബഫർ സ്റ്റേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബഫർ സ്റ്റേജ് വന്നിട്ട് നമ്മുടെ ആംപ്ലിഫയറിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജ് ഓഡിയോ ബൂസ്റ്റപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുമെന്നല്ല ചെയ്യണത്. കറക്റ്റ് ഓഡിയോ ഏത് ലെവലിലാണ് വരുന്നത്, അതായത് സിഗ്നൽ കുറഞ്ഞതാണെങ്കിലും സ്ട്രെങ്ത് നല്ല പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബഫർ സ്റ്റേജ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ തന്നെ ഒരു ടോൺ ബോർഡാണ്. നമ്മളെല്ലാ ആമ്പിലും നമ്മുടെ തന്നെ ബോർഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ നല്ല മൈൽഡ് ആയിട്ടുള്ള ഒരു ട്രിബിളും അതിനോടൊത്തുള്ള ഒരു ബേസും മിഡൊക്കെ വരുന്ന രീതിയിലാണ് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ട്യൂൺ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് സബ് ഫിൽറ്റർ വരുന്നുണ്ട്, സബ് ബാസ് ബൂസ്റ്റർ വരുന്നുണ്ട്, സബ് സോണിക് ഫിൽറ്റർ വരുന്നുണ്ട്. അപ്പോൾ സബിന് വേണ്ടി മാത്രം തന്നെ നമ്മൾ ഇത്രയും സ്റ്റേജുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് സബ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല സ്മൂത്തും ഡെപ്തും കിട്ടുന്ന രീതിയിലാണ് ഇതിനകത്ത് നമ്മൾ സബ് ഊഫർ ട്യൂൺ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആംപ്ലിഫയറിലെ ഇൻസൈഡ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഓഡിയോ ടെസ്റ്റ് ഒന്ന് കേൾക്കാം. പിന്നെ ഇവിടെ വളരെ പട്ടികളുടെ കൊരയും ഇവിടെ കാക്കയുടെ കരച്ചിലും ഭയങ്കര ബഹളമാണ്. നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് യാതൊരു നിർവാഹമില്ല. അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പിൽ കൂടെയാണ് ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിൽ ഏകദേശം 8-10 പട്ടികളുണ്ട്. അവിടെ പട്ടികളുടെ വളർത്തുന്ന പരിപാടിയൊക്കെ അവർ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ബഹളം തിക്കുന്നരക്കാണ്. അപ്പോൾ ഇവിടെ കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നേരെ നമുക്ക് ഒരു കിനാവിലെ മുത്തായി നീ വന്നു. No noise, no humming.
ജീവനിൽ അമൃതേക